UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ കിഴക്കൻ മേഖലയിൽ പര്യടനം തുടരുന്നു. ആര്യങ്കാവിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. UDFിലെ എല്ലാ കക്ഷികളുടെയും നേതാക്കൾ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ഇലക്ഷൻ ഡെസ്ക് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട്. വെള്ളിയാഴ്ച രാവിലെ 8:45 ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങിയാണ് NK പ്രേമചന്ദ്രൻ കിഴക്കൻ മേഖലയിലെ തെരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങിയത്. പര്യടനം ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് കേരള കോൺഗ്രസ് M ജില്ലാ നേതാവ് തടിക്കാട് ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറി. സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന് ഈ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കുന്നതിനുള്ള ഫണ്ട് കേരള തുടർന്ന് UDF ഘടകകക്ഷി നേതാക്കന്മാർക്കൊപ്പം വോട്ടർമാർക്കിടയിലേക്ക്. തെരുവോരത്ത് നിന്നവർക്കെല്ലാം ഷേക്ക് ഹാൻഡ്, നാട്യങ്ങളില്ലാത്ത പുഞ്ചിരി. നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരം സെന്റ് മേരീസ് ചർച്ചിലേക്ക്. തിരികെ എത്തി വെയിലുമൂക്ക് മുമ്പ് സിൽവർ കളർ ഇന്നോവയിൽ കഴുതുരുട്ടിയിലേക്ക്. അവിടെ നിന്ന് ഡാം ജംഗ്ഷൻ, ഒറ്റക്കൽ, ഉറുകുന്ന, ഇടമൺ എന്നിവിടങ്ങളിലേക്ക് നിർത്താതെയുള്ള ഓട്ടം. ഇതിനിടെ പലയിടത്തും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളുടെ ഉദ്ഘാടനം. ഇടനേരത്ത് ഉറുകുന്ന മുഹിയുദ്ദീൻ മസ്ജിദിൽ സന്ദർശനം. ഒരിടത്തും ഒരു നിമിഷം പോലും പാഴാക്കാതെയുള്ള ഓട്ടം. പൊരിവെയിലത്തും സ്ഥാനാർത്ഥി പറന്നു നടന്ന വോട്ടർമാരെ കണ്ടു. നേതാക്കൾ സ്ഥാനാർത്ഥിയുടെ വേഗത്തിനൊപ്പമെത്താൻ പലപ്പോഴും ബുദ്ധിമുട്ടി. ആര്യങ്കാവ്, തെന്മല പഞ്ചായത്തുകളിലെ പര്യടനം പൂർത്തിയായപ്പോൾ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം ഇങ്ങനെ. വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് ആര്യങ്കാവ്, തെന്മല പഞ്ചായത്തുകളിൽ നിന്ന് ലഭിച്ചത്. സാധാരണയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണം. ഞാനും ഐക്യജനാധിപത്യ മുന്നണിയും സമകാലിക രാഷ്ട്രീയത്തിൽ സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളും നിലപാട് വ്യതിയാനങ്ങളും സാധൂകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന നിലയിലുള്ള പ്രത്യക്ഷമായ പ്രതിഫലനങ്ങളും പ്രതികരണങ്ങളും ഈ രണ്ട് പഞ്ചായത്തിലെയും പര്യടന പരിപാടിയിൽ നിന്ന് ലഭ്യമായി. നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട്. ഈ രണ്ട് പഞ്ചായത്തുകളിലും UDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നുള്ള ശുഭാപ്തി പ്രതീക്ഷയാണ്. പുനലൂരിൽ സ്ഥാനാർത്ഥി എത്തിയപ്പോൾ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ആവേശമുണർന്നു. നഗരം നിറഞ്ഞു നടന്ന നേതാക്കളെയും സ്ഥാനാർത്ഥികളെയും കാണാൻ ജനവും തടിച്ചുകൂടി. TB ജംഗ്ഷനിൽ തുടങ്ങി ചെമ്മന്തൂർ വഴി മാർക്കറ്റ് ജംഗ്ഷനിൽ പുനലൂരിലെ പര്യടനം പൂർത്തിയായി. തുടർന്ന് കരവാളൂരിലേക്ക്. കരവാളൂരിൽ ആദ്യം ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം, തുടർന്ന് ഒരു കരിക്കിന്റെ ആശ്വാസം. വീണ്ടും ജനങ്ങൾക്കിടയിൽ. കരവാളൂർ വിടുമ്പോൾ സമയം 1:30. അഞ്ചൽ, കുളത്തൂപ്പുഴ, കടക്കൽ, നിലമേൽ, ചടയമംഗലം എന്നിവിടങ്ങളും പിന്നിട്ട് രാത്രി വൈകിയും പര്യടനം തുടരുകയാണ്. ഒരു കുഴപ്പമില്ല, നല്ല തുടക്കം. ആളുകൾ എല്ലാ പാർട്ടി പ്രവർത്തകരും ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ലീഡേഴ്സും UDFന്റെ ഈ പരിപാടിയോടൊപ്പം ഞങ്ങളോടൊപ്പം ഉണ്ട്. വളരെ ഹാപ്പിയാണ് എല്ലാവരും. എല്ലാ പ്രവർത്തകരും വളരെ സജീവമായിട്ട് 100% ആളുകളും ഈ നീക്കത്തിനെ പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ടുള്ള ഒരു സമയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തതുപോലെ വളരെ ശക്തമായി ജനങ്ങളെ ഇളകി മറിഞ്ഞിരിക്കുന്നു. ഈ മലയോര മേഖലകളിൽ, അതായത് തെന്മല, ആര്യങ്കാവ് പഞ്ചായത്തുകളിൽ റെയിൽവേ പ്രമുഖ നിവാസികളും ഫോറസ്റ്റ് നിവാസികളും മലയോര കൃഷിക്കാരും കുടിയിറപ്പുകാരും അങ്ങനെ ആഗോളമായി തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവരുടെ വളരെ ശക്തമായ പ്രതികരണം. കഴിഞ്ഞ നിരവധി തെരഞ്ഞെടുപ്പുകളെ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കുണ്ടാവുന്ന അനുഭവം, ഈ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച വിജയം കൊയ്യുന്നതിനാവശ്യമായ ജനപിന്തുണ സഖാവ് പ്രേമേന്ദ്രനും UDFന്റെ സ്ഥാനാർത്ഥിക്കും ശക്തമായി പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഇന്നുള്ളത്. ഇതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന ഒരു ചിത്രം. ന്യൂസ് ഡെസ്ക് ലൈവ് വാർത്ത.